നമസ്കാരം. ഒരു ഹീലിംഗ് എക്സ്പീരിയൻസ് പറയാം. ഇത് ഒരു സിനിമാ കഥ പോലത്തൊരു കഥയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അത് ഞാൻ ആ ക്ലയൻസിനോട് പറഞ്ഞു, നിങ്ങളുടെ കഥ കൊള്ളാലോ, വീഡിയോയിൽ ഞാൻ പറയട്ടെ. അപ്പോൾ ഓക്കെ പറഞ്ഞു. സാറ് പറഞ്ഞോളൂ, കാരണം ഇത് കുറേ ആൾക്കാർക്ക് ഒരു മാതൃകയായിട്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ളത് അറിയട്ടെ, അപ്പോൾ ഒന്ന് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ബലത്തിലാണ് ഞാനിപ്പോൾ പറയുന്നത്. പക്ഷേ ആളെയോ സ്ഥലമോ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ സംഭവം ഇങ്ങനെയാണ്. അതായത് ആദ്യം ഒരു ലേഡി എൻ്റെ അടുത്ത് വാട്സാപ്പിൽ ഹീലിംഗ് റിക്വസ്റ്റ് ഇട്ടു. എനിക്ക് ഹീലിംഗ് വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ, നമ്മൾ ഇന്നതാണ് ചെയ്യുന്നതെന്നൊക്കെ എൻ്റെ ഒരു റൈറ്റപ്പ് ഉണ്ട്, അത് ഞാൻ അയച്ചു കൊടുത്തു. ഹീലിങ്ങിൻ്റെ ചാർജസ് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാരത്തി ഓക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴാണ് പറഞ്ഞത്, സാറിൻ്റെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് ഞാൻ നോക്കുന്നുണ്ട്, വാച്ച് ചെയ്യുന്നുണ്ട്. സാറ് ജെന്യൂനാണെന്ന് തോന്നിയതുകൊണ്ടാണ് സാറിന് ഞാനത് മെസ്സേജ് അയച്ചത്. അപ്പോൾ എനിവേ എനിക്കൊന്ന് ഹീലിംഗ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു സർജറി എല്ലാം കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതല്ല പ്രശ്നം. ഇവർക്ക് ലൈഫിൽ ഒരുപാട് കടമ്പാളി കൂടി കടന്നു വന്നേക്കുന്ന ഒരാളാണ്. അതായത് ആദ്യത്തെ ബന്ധം ഡിവോഴ്സായിട്ട് ഒരു കുട്ടിയുണ്ട്. കുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ കുട്ടിയുണ്ട്, പെൺകുട്ടിയാണ്. രണ്ടാമത് കല്യാണം കഴിച്ചതാണ്. കല്യാണം കഴിച്ച ആളും ഇതുപോലെ തന്നെ ആദ്യത്തെ ഭാര്യ ഡിവോഴ്സ് ചെയ്തിട്ട് കല്യാണം കഴിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഇവർ ഹീലിങ്ങിന് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് സാറേ, ഒരുപാട് ഇഷ്യൂസ് അവരുടെ ശരീരത്തിലുണ്ട്. അത്യാവശ്യം നല്ല സ്പിരിച്വാലിറ്റി ഉള്ളൊരാളും കൂടിയാണ്. അത്യാവശ്യം നല്ല കാര്യങ്ങളെ പറ്റിയൊക്കെ അറിവും ഒരു ദൈവാധീനം കൂടിയുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ ഹീലിങ്ങിന് നമ്മൾ വന്നിരുന്നു. സാധാരണ നമുക്ക് ഹീലിംഗ് ചെയ്യാനായിട്ട് നമുക്കൊരു 40 മിനിറ്റ് ഒക്കെ എടുക്കാറുള്ളൂ. പക്ഷേ ഇവരുടെ ഹീലിംഗ് ഒരു 2 മണിക്കൂറോളം എടുത്തു എന്നുള്ളതാണ് വാസ്തവം പറഞ്ഞാൽ. അപ്പോൾ ഏർലി മോർണിംഗിൽ ഫസ്റ്റ് സെഷനാണ് ഇവരെ ചെയ്യുന്നത്, രാവിലെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ, എനിക്കൊരു സോൾമേറ്റ് ഉണ്ട്. ഒരു സോൾമേറ്റ് അല്ല, വേറൊരാൾ, അടുത്തുള്ള ഒരാൾ പരിചയപ്പെട്ട് കുറേ കാലങ്ങളായിട്ട് 5-8 കൊല്ലമായിട്ട് ഫുൾ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞ് അടുത്ത് കൂടിയതാണ്. പക്ഷേ ഞാനത് ജ്യോതിഷം നോക്കിയപ്പോൾ അത് സോൾമേറ്റ് ആണെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ അയാളുമായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരടുപ്പം അവർ കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവരൊക്കെ ഭർത്താവിനൊക്കെ അറിയാം. പക്ഷെ അത് ഓക്കെ, സോൾമേറ്റ് അല്ലേ എന്നുള്ള മട്ടിൽ അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ പുള്ളി അത് കുറച്ചും കൂടിയും മോശമായ ഒരു രീതി കൂടിയൊക്കെ പലപ്പോഴും ബിഹേവ് ചെയ്യാറുണ്ട് സാർ. അപ്പോൾ എന്താണ് സാറേ, അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്ന് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഫോട്ടോ റീഡ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇതേപോലത്തെ ഒരുപാട് ആളുകൾ ഈ പാസ്റ്റ് ലൈഫിലെ സോൾമേറ്റാണ്, പാസ്റ്റ് ലൈഫിലെ ഭാര്യയാണ്, ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് കുറേ എണ്ണങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെയുള്ള ട്രാപ്പുകളിലൊന്നും പോയി വീഴരുത്. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ ഇതുപോലെ സോൾമേറ്റാണ്, അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ അതേപോലെ ജീവിക്കേണ്ട ആൾക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ കുടുംബസ്ഥനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തിനെ മറന്നുകൊണ്ട് അത്തരം കാര്യങ്ങളിലോട്ട് പോകാതിരിക്കുക. അത്ര എനിക്ക് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. കാരണം കുടുംബമാണ് നമുക്ക് വലുത്, നമ്മുടെ ഫാമിലിയാണ് നമ്മുടെ അടിസ്ഥാനം. അപ്പം നിങ്ങൾ ഒരു വയസ്സാവുന്ന സമയത്ത് ഈ പറഞ്ഞ സോൾമേറ്റൊന്നും നിങ്ങളുടെ ഉണ്ടാവില്ല, നിങ്ങളെ നോക്കാൻ അല്ലെങ്കിൽ നിങ്ങളെ സംരക്ഷിക്കാനോ നിങ്ങൾക്ക് ഒരു ദിവസം വെള്ളം തരാനോ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ വീട്ടിലെ കുടുംബത്തിലിരിക്കുന്ന ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ മറന്നുകൊണ്ടുള്ള കാര്യങ്ങളോട് പോകാതിരിക്കുക. കുടുംബത്തിനെ നോക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് മാറിപ്പോകരുത്, ഒരു കാരണവശാലും പോകരുത്. ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരിക്കാം, പക്ഷേ അവിടെയൊക്കെ നിങ്ങൾ ഒരു മിതമായ രീതിയിൽ കൂടി അതിനെ ഹാൻഡിൽ ചെയ്ത്, സൗഹാർദ്ദപരമായ രീതിയിൽ കൂടി ഒരു ഫ്രണ്ടിൻ്റെ പോലെ ഹാൻഡിൽ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അങ്ങനെ കൊണ്ടുപോയാൽ മതി, കുഴപ്പമില്ല. അതിനകത്ത് യാതൊരു അപാകതയില്ല. അപ്പോൾ നമുക്ക് എന്തോരം ഫ്രണ്ട്സ് ഉണ്ട്, അതിലൊരു ഫ്രണ്ടായിട്ട്, എന്നാൽ കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ഫ്രണ്ടായിട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അതാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഇത് കുറേ കാലങ്ങളായിട്ടുള്ളൊരു സംഗതിയാണ്. പല സ്ഥലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പലരും ഇത്ര കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണത് ഞാനത് വളരെ ഫ്രാങ്കായിട്ട് നിങ്ങളോട് പറഞ്ഞു തന്നെ. അപ്പോൾ നമ്മുടെ കഥയിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞാനിത് പറഞ്ഞു. മാത്രമല്ല ഇവിടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സോൾമേറ്റ് ആണെന്ന് പറഞ്ഞാൽ അടുത്ത് കൂടിയ അയാൾക്ക് ഈ പെണ്ണിനെ സെക്ഷലായിട്ട് യൂസ് ചെയ്യാനുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നു. അതോടുകൂടി അയാളൊരു വശ്യപ്രയോഗം
നടത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ വശപ്രയോഗം ഈ സ്ത്രീയിൽ മാത്രമല്ല, പിന്നെ അവരുടെ ഭർത്താവിൻ്റെ മേത്തും ഇതുപോലുള്ള അയാൾ അകന്നു പോകാൻ, അതായത് ഇവരുമായിട്ട് തല്ലുപിടിച്ചാലേ ഇങ്ങോട്ടേക്ക് വരൂ, അതിനുള്ള പണിയും ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ റിവീൽ ചെയ്ത് കൊടുത്തു. റിവീൽ ചെയ്യൽ മാത്രമല്ല, നമ്മളിത് റിവീൽ ചെയ്യലല്ല എൻ്റെ പണി, ഞാനിത് മാറ്റലാണ് എൻ്റെ പണി. ഞാനത് മാറ്റി കൊടുത്തിട്ട് പറഞ്ഞു ഇന്ന പോലെയാണ് കാര്യങ്ങൾ, ദേവി കാണിച്ചു തന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് ഇന്ന പോലെയാണ്, അയാളെ അവോയ്ഡ് ചെയ്ത് നിർത്തിക്കോളൂ, നിങ്ങളൊക്കെ അത് കുടുംബത്തിന് ഐശ്വര്യക്കുറവ് അല്ലെങ്കിൽ ദോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹീലിംഗ് എല്ലാം ചെയ്ത് ഒരു 2 മണിക്കൂറോളം എടുത്തു ഹീലിംഗ് ചെയ്യാനായിട്ട്. 45 മിനിറ്റ് ഇവിടെ തീരുന്ന ഹീലിംഗ് 1 മണിക്കൂർ കഴിഞ്ഞ് 1.5 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവസാനിച്ചത്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് ആ സ്ത്രീക്ക് വളരെയധികം മാറ്റങ്ങൾ വരികയാണ്. അപ്പോൾ അവർ അത് കഴിഞ്ഞ് അപ്പം തന്നെ പറഞ്ഞു, സാറേ എൻ്റെ മകൾക്ക് ചെയ്യണം, ഭർത്താവിനും ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ ഇതിനു മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫാമിലി ആയിട്ട് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ഒരാൾക്ക് ചെയ്ത് കൊടുക്കും ആദ്യം, എന്നിട്ട് റിസൾട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ഒറിജിനലാണോ, ഞാൻ തട്ടിപ്പുകാരനാണോ എന്നൊക്കെ നിങ്ങൾ അറിയണ്ടേ. നമ്മൾ ദേവിയെ ഉണ്ട് ഇത് ചെയ്യേണ്ടെന്നൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറയുന്നുണ്ട്, അത് ശരിയാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം വരണ്ടേ. വിശ്വാസം വന്നിട്ട് നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. അല്ല സാറേ, എനിക്ക് മാറ്റമുണ്ട്, എനിക്ക് സാറിനെ അറിയാം, ഞാൻ കുറേ വീഡിയോസ് സാറിനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, സാറ് ജെന്യൂനാണെന്ന് എനിക്കറിയാം, എന്നിരുന്നാലും ഇത് ചെയ്തു തന്നേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു, ശരി ഓക്കെ നോക്കാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ തന്നെ മകൾ ചെയ്യാൻ വരികയാണ്. അപ്പോൾ മകൾക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്, നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ജന്മനായുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഏർലി മോർണിംഗിൽ ഈ അമ്മ വന്നു, പക്ഷേ അന്ന് തന്നെ മോളെ കൊണ്ടുവരികയാണ് ചെയ്യാനായിട്ട്. അപ്പോൾ അവർക്ക് എത്രത്തോളം വിശ്വാസം വന്നിട്ടായിരിക്കാം ഞാനിത് ഇങ്ങനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നിർബന്ധപൂർവ്വം ഇങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് വരികയുണ്ടായത്. അപ്പോൾ ഈ മകൾ വന്നിരുന്നു. അപ്പോൾ മകൾ വന്ന് ഹീൽ ചെയ്യാൻ വന്നിരുന്നു. മകൾക്ക് ആദ്യം വിശ്വാസമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും വന്നിരുന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അതിനെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം. അതായത് ഞാൻ ഇപ്പോൾ ഒന്നിച്ചില്ല വർഷമായി ഈ മഹാകാളി ഹീലിംഗ് ചെയ്യുന്നത്. എനിക്ക് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ആ മകളുടെ ചെയ്തപ്പോൾ. കാരണം മകൾ വന്നിരുന്നപ്പോൾ തന്നെ ഞാൻ കാണുന്നത് ഈ നമ്മുടെ ശങ്കരാചാര്യർ, ആദിശങ്കരൻ, കയ്യിലുള്ള ഒരു ദണ്ടിൻ്റെ മുകളിലൊരു തുണിയൊക്കെ ഉള്ള ഒരു സാധനമുണ്ട്, എന്താ എനിക്ക് അറിഞ്ഞു കേട്ടോ, അതെന്താണെന്നുള്ളത് എനിക്ക് പറയാറിയാൻ പാടില്ല. ആ ദണ്ടുമായിട്ട് അദ്ദേഹം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ ഞാൻ കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ദേവി എനിക്ക് മെസ്സേജായിട്ട് പറയുകയാണ്, ഈ ഇരിക്കുന്ന ആൾ പാസ്റ്റ് ലൈഫിൽ, അതായത് വളരെ പഴയ ജന്മത്തിൽ ഈ ആദിശങ്കരൻ്റെ, അതായത് ശങ്കരാചാര്യരുടെ ശിഷ്യനായിട്ട് ജന്മം എടുത്തിട്ടുള്ള ഒരു സോളാണ്. അപ്പോൾ ഞാൻ ആ വാസ്തവം പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക്. ഞാൻ വേറെ പല പാസ്റ്റ് ലൈഫൊക്കെ ചില ആൾക്കാരെ കാണാറുണ്ട്, പക്ഷേ ഞാനൊന്നും പറയാറില്ല, സാധാരണ പറയാറില്ല, ദേവി കാണിച്ചെന്നാൽ ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകൾ മുഴുവൻ പാസ്റ്റ് ലൈഫ് പറയും സാറേ എന്ന് പറഞ്ഞ് എൻ്റെ പുറകെ വരും, ഭാവി പറയാൻ പറയും. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു താല്പര്യവും ഇല്ല, എനർജി ട്രെയിൻ ആവുന്ന പണിയും കൂടിയാണ്. പക്ഷേ ഇതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, കാരണം അത്രയും വിശിഷ്ട ജന്മമുള്ള ഒരു പെൺകുട്ടിയാണത്. അങ്ങനെ ഞാനത് റിവീൽ ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കരമായ സന്തോഷം, അതിന് ഒരു അതിൻ്റെ ആനന്ദം ഞാനതിങ്ങനെ വീഡിയോ കോളിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സാറേ, എനിക്ക് ഇഷ്ടമാണ്, അത് ശങ്കരാചാര്യരെ ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പുള്ളി ആ ജന്മത്തിൽ കൈലാസിൽ പോയതും പിന്നെ ശംഭാലയിൽ പോയതും അത്തരം കാര്യങ്ങൾ ദേവി എനിക്ക് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ ഇരിക്കുന്ന ആൾ എന്നെക്കാളൊക്കെ വളരെ ഹയർ ലെവലുള്ളൊരു സോളാണ് അവിടെ ഇരിക്കുന്നത് എനിക്ക് മനസ്സിലായി. പ്രായം കൊണ്ട് 10-25 വയസ്സ് പ്രായമുള്ളൂ, പക്ഷേ അതിൻ്റെ ഒരു വിശിഷ്ട ജന്മമായിട്ട്, പക്ഷേ കുറേ കർമാസമായിട്ട് വന്നേക്കണത്, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അതിൽ നിന്നുള്ള ഷിഫ്റ്റിലേക്കാണ് ഇനി പോകുന്നതെന്നാണ് ദേവി പറയുന്നത്. അത് മാത്രമല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് എന്താ അറിയോ, ഒരു ലയൺ, ഒരു സിംഹം വന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നതായിട്ട്. അങ്ങനെ ഈ സിംഹം, ഞാൻ പറഞ്ഞു സിംഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ ആ കുട്ടിക്ക് മുഖം ഇങ്ങനെ വിടരുകയാണ്, സാറേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മൃഗങ്ങൾ എനിക്ക് പൊതുവെ ഇഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമുള്ള മൃഗം സിംഹമാണ്. എന്താണെന്ന് പറഞ്ഞുകൂടാ, ഞാൻ എപ്പോഴും സിംഹത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും, സിംഹത്തിനെ കണ്ടാൽ എനിക്ക് ഭയങ്കര ആനന്ദമാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വായിന്ന് വന്നതും അവരുടെ അനുഭവങ്ങളും വെച്ച് നോക്കുമ്പോൾ അതൊരു ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം സിംഹത്തിൻ്റെതായ ഒരു സിംഹം എന്ന് പറയുന്നത് സാധാരണ ഒരു സംഭവമല്ല, ഈ ഡിവൈൻ ഹൈ പവറാണത്.
ദേവിയുടെ കൂടെ ഇരിക്കുന്ന വാഹനമായിട്ട് നമ്മൾ കണക്കാക്കിയാലും അതിനൊരു ഡിവിനിറ്റി ഉണ്ട്, അതിനൊരു ശക്തിയുണ്ട്, ഒരു പവറുണ്ട്. അതുമായിട്ട് സിംഹമായിട്ട് കണക്റ്റഡ് ആകാൻ പറ്റും നമുക്ക്. കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ ആ ലയൻ്റെ എനർജി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഹെൽപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് കാണിച്ചു തന്നു, അത് പറഞ്ഞു കൊടുത്തു. പിന്നെ ഈ കുട്ടി ആസ്ട്ര ട്രാവൽ അസലായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അതും ദേവി എനിക്ക് കാണിച്ചു തന്നു. ചോദിച്ചപ്പോൾ പറഞ്ഞ് കുട്ടി ഭയങ്കര ചിരി കഴിഞ്ഞ് തൊഴുത്, സാറിന് ഇതെല്ലാം മനസ്സിലാവണ്ടല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ മനസ്സിലാക്കണമല്ല, ദേവി എനിക്ക് കാണിച്ചു തന്നെയാണ്. അപ്പോൾ ഇതേപോലെ ആസ്ട്ര ട്രാവൽ പലപ്പോഴും ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും ഈ കുട്ടി പോകാറുണ്ടത്രേ. പല കാഴ്ചകളും മെമ്മറിയൊക്കെ അതിൻ്റെ മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു ഹീലിംഗ് ഭംഗിയായിട്ട് അവസാനിച്ചു. ആ കുട്ടിക്ക് ഭയങ്കരമായ മാറ്റങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് ആ 1 മണിക്കൂറിനുള്ളിൽ വരെയാണ്. അപ്പോൾ അതിൻ്റെ അമ്മയുടെ ഹീലിങ്ങിൻ്റെ ഒരു ബാക്കി വിശേഷം കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറയണം കൂട്ടത്തിൽ കൂടി. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ ഫസ്റ്റ് ഹീലിംഗ് ചെയ്ത ആൾ, അവർക്ക് ഒരു പ്രത്യേക ഒരു ഡിവൈൻ പവറുണ്ട്. അതിൻ്റെ ഇടത് ഭാഗത്ത് മഹാലക്ഷ്മിയും വലത് ഭാഗത്തും മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഹീലിംഗ് കഴിഞ്ഞപ്പോഴാണ് കാണുന്നത്. കാരണം അതിനു മുമ്പ് വരെയും ഇതെല്ലാം കാർമേഘത്തിൻ്റെ ഉള്ളിൽ മൂടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ നെഗറ്റീവ് എനർജീസ് നമ്മളെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ എത്ര വലിയ സ്പിരിച്വൽ പവറുള്ള ആളാണെന്നിരിക്കും. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കി, ഞാനൊരു ഹീലിംഗ് ചെയ്യുന്ന ആളാണ്, മഹാകാളുടെ അനുഗ്രഹം കിട്ടിയ ആളാണ്. പക്ഷേ എനിക്കും ഇതേ അവസ്ഥ തന്നെ വരും. അത്രയും ശക്തമായ ബാഡ് എനർജീസ് വന്നു കഴിഞ്ഞാൽ കാർമേഘം പോലെ വന്ന് ചുറ്റും പിടിക്കുകയാണ്. കറുത്ത കാർമേഘങ്ങളായിട്ട് ചുറ്റും വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ശക്തികൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഹാങ്ങായി പോകുന്നൊരവസ്ഥയിലേക്ക് പോകും. എനിക്ക് 1 പ്രാവശ്യം പറ്റിയിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷം ഞാനത് ദേവിയോട് പ്രാർത്ഥിച്ച് ഇത് തരണം ചെയ്യാനായിട്ട് സ്വയം തന്നെ കയറാനുള്ള മാർഗ്ഗങ്ങളിലേക്ക് ദേവി എനിക്ക് കാണിച്ചു തന്നു. ഇപ്പം എനിക്ക് കുഴപ്പമില്ല. ഇപ്പോൾ ആരെങ്കിലും ബ്ലാക്ക് മാജിക്ക് എനിക്കെതിരെ ചെയ്താൽ പോലും ഞാൻ വീഴാറില്ല. അപ്പോൾ അതൊരു അനുഗ്രഹം പിന്നീട് കിട്ടിയതാണ്. ഒരു 2 മാസം മുന്നേ എനിക്ക് ദേവി തന്നാണത്. അതുകൊണ്ട് ഇപ്പം ഞാൻ സമയത്ത് ഇതുപോലെ ഇരിക്കുന്നത് കുഴപ്പമില്ല. ചെറിയ ക്ഷീണങ്ങളേ വരുന്നുള്ളൂ. അപ്പോൾ ഈ സ്ത്രീയോട് ഞാനിത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീക്കും മുഖം ഭയങ്കരമായിട്ട് വിടർന്ന് ഭയങ്കര സന്തോഷം. അപ്പോൾ പറയാണ്, ഞാൻ ജനിച്ച കാലം പോലെ എൻ്റെ വീട്ടിലിങ്ങനെയാണ്, ഞാൻ എവിടെ ഇരിക്കണോ അവിടെ എല്ലാം പൈസ വരും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെന്ന്. ഞാൻ സത്യമാണ്. അപ്പോൾ ഇവർ രണ്ടാമത് ഇപ്പോൾ ഉള്ള ഭർത്താവിനെ കല്യാണം കഴിച്ച സമയത്ത് ഭർത്താവിന് കുറച്ച് സാമ്പത്തികമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവരെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരൊറ്റ കൊല്ലം കൊണ്ട് അയാളുടെ ബിസിനസ് അങ്ങോട്ട് തഴച്ച് വളരുകയാണ്. ഭയങ്കരമായ പൈസയും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അതിനിടയ്ക്ക് അവർക്ക് കുറേ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അവർ ചെയ്തു ആ പൈസ വന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വേറെ കുറേ പ്രതിഭാസങ്ങൾ ഉണ്ടാവുന്നത്, അത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു സംഭവം, അമ്മയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞു, മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ അവർക്കൊരു ഭയങ്കരമായ സന്തോഷം. ആ ഹീലിംഗ് ഇന്നും എൻ്റെ അടുത്ത് രാവിലെ സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ അവരുടെ ഭർത്താവ് ഹീൽ ചെയ്യാനായിട്ട് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷം അടുത്ത് പറയാൻ പോണത്. അപ്പോൾ അവരെന്നെ വിളിച്ച് സംസാരിച്ച് കുറച്ച് നേരം. സാറേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും സാറേ. ഞാൻ പറഞ്ഞു വിളിക്കൽ മെസ്സേജ് അയക്കുക, തിരക്കാണ്, എന്നാൽ സംസാരിക്കാൻ താല്പര്യമുണ്ട്. കാരണം ഇത്രയും വലിയ എനർജീസ് ഇരിക്കുന്ന ആൾക്കാരല്ലേ, എനിക്ക് സന്തോഷമാണ് നിങ്ങളോടൊക്കെ സംസാരിക്കാനായിട്ട്. കാരണം അങ്ങനെയുള്ള ആളെ കാണുന്നത് തന്നെ നമുക്ക് സന്തോഷമാണ്. കാരണം നെഗറ്റീവ് എനർജി മാത്രമുള്ള ആൾക്കാരാണ് നമ്മൾ കാണുന്നത്. പക്ഷേ പോസിറ്റീവ് ഇരിക്കുന്ന ആൾക്കാരെ കാണാൻ വളരെ പ്രയാസമാണ്. ഇതേപോലുള്ള ശക്തികൾ, ദൈവിക ശക്തികൾ ഒപ്പം നിൽക്കുന്ന ആളുകൾ കുറേ പേരുണ്ട് കേട്ടോ, കുറേ ആളുകളുണ്ടത്. ഞാനിപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാനത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എനിക്ക് ഒരുപാട് പേരുടെ അടുത്ത് വന്നു പോയിട്ടുണ്ട് പോലത്തെ ആൾക്കാർ. പക്ഷേ അതൊന്നും ഞാൻ വീഡിയോസിൽ സാധാരണ പറയാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വീഡിയോസിൻ്റെ കണ്ടൻറ്റിനൊരു ക്ഷാമം വന്നു തുടങ്ങി. അപ്പോൾ ഞാനിങ്ങനെ പയ്യെ എങ്ങെങ്ങും തൊടാത്ത രീതിയിൽ ഈ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. 2 ഉദ്ദേശമുണ്ട്. ഒന്ന്, കണ്ടൻറ്റിൻ്റെ ഒരു പോരായ്മ. 2, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സമാനമായ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അടുത്തതിലേക്ക് കടക്കാം. ഇവരാരോട് നിൽക്കട്ടെ. ഇത് ഇനിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. മുഴുവൻ പറയുമ്പോൾ വീഡിയോ ഒരുപാട് വലുതായി പോകും, അതുകൊണ്ടാണ്. അപ്പോൾ മോളുടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഭർത്താവിൻ്റെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് രാവിലെ ഭർത്താവിൻ്റെ ഹീലിംഗ് ആയിരുന്നു. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ പോലെ നോർമലായിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഹീൽ ചെയ്യാൻ വന്നു. അദ്ദേഹത്തിൻ്റെയും ഒരുപാട് സമയങ്ങൾ 1 മണിക്കൂറോളം എടുത്ത്, ബാധ റിലീസിങ്ങിന് മാത്രം 1 മണിക്കൂർ എടുത്തു അദ്ദേഹത്തിൻ്റെ. ഈ 3 പേരിലും ഏറ്റവും കൂടുതൽ ബാധ പുള്ളിക്കായിരുന്നു. ആ പുള്ളിയുടെ കഥയിൽ വന്നേക്കുന്ന ട്വിസ്റ്റാണ് എനിക്കിവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്ന് ഞാൻ പറയും. ഇദ്ദേഹത്തിൻ്റെ ഒരു ടൗൺ ബേസ് ചെയ്തിട്ട്, സ്ഥലമൊന്നും ഞാൻ പറയുന്നില്ല, നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. ഷോപ്പിൽ വന്നിരിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പുറത്തേക്ക് പോകും, മാർക്കറ്റിങ്ങിനൊക്കെ ആയിട്ട് ഇദ്ദേഹം പുറത്തേക്ക് പോകും. ഭാര്യയാണ് അവിടെ ഷോപ്പിലിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് അവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോലത്തെ ഒരാൾ, ഈ കമ്പനിയുടെ സ്റ്റാഫ് ഇടയ്ക്കിടയ്ക്ക് വരും.
അയാൾ കാണാൻ തിരക്കുള്ളതൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്ന് ഈ ഭാര്യയായിട്ട് അടുപ്പത്തിലായെന്ന് മാത്രമല്ല, കുറേ കഴിഞ്ഞപ്പോൾ ഈ ഭാര്യ ഇയാളോട് പറയാണ്, എനിക്ക് നിങ്ങളായിട്ട് ശരിയാവില്ല, എനിക്ക് അയാളായിട്ട് അടുപ്പത്തിലായി, ഞാൻ ഇതിന് ഒഴിഞ്ഞ് എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊരു കുട്ടിയുമുണ്ട്, ഒരു കുട്ടിയുമുണ്ട്. അങ്ങനെ ഡിവോഴ്സ് മേടിച്ച് പോവുകയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ മാന്യനായ മനുഷ്യനാണ്. ഈ ചെയ്യാൻ വന്ന പുള്ളിക്കാരൻ വളരെ മാന്യനാണ്. പുള്ളി ഒരു കുട്ടിയുണ്ട്. അപ്പോൾ പുള്ളിയുടെ പേരിൽ പുള്ളിയുടെ ഒരു വീടും പറമ്പും ഉണ്ടായിരുന്നു. പുള്ളിയുടെ ഭാര്യയുടെ പേരിലാണ് അത് വാങ്ങിയിരുന്നത് പുള്ളി. അപ്പോൾ പുള്ളി അത് അവിടെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ വീട്ടിലാണ് ആ സ്ത്രീയും അയാളുടെ മോളും മറ്റേ പുതിയ ഭർത്താവോട് താമസിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അയാളത് വിട്ടുകൊടുത്തു. അയാൾ പറഞ്ഞു ഓക്കെ, ദാറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞാൽ വിട്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അയാൾ ഈ പറഞ്ഞ ആളെ കല്യാണം കഴിക്കുന്നത്. അപ്പോൾ പുള്ളിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ റെപ്രസെൻറ്റേറ്റീവ് ഒരു വശ്യപ്രയോഗം ആ സ്ത്രീയുടെ മേത്ത് ചെയ്തിട്ടാണ് ഇയാളുടെ ഭാര്യനെ കൈവശപ്പെടുത്തിയത്. അത് ചെയ്യുമ്പോൾ ഭർത്താവിലേക്കും ഒരു നെഗറ്റീവ് വിട്ടിട്ടുണ്ടാവും. അത് ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്നു. കാരണം ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ വിഘടിപ്പിച്ച് കളഞ്ഞാലേ ഭാര്യനെ കിട്ടുള്ളൂ. ഇങ്ങനെയുള്ള കുറേ ദുഷ്ടപ്രവൃത്തി ചെയ്യുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഇതാണ് ഞാൻ പറയാമെന്നൊരു മെസ്സേജ് മെയിനായിട്ട്. അത് പറയാനാണ് ഇത്രയും കഥ മുഴുവൻ പറഞ്ഞത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത്തരം കാര്യങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. കാരണം നമ്മളുടെ ശ്രദ്ധ ഉണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിനാണ് ഞാൻ ഈ കഥ മുഴുവൻ പറയണത്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വളരെ കഷ്ടപ്പാടൊക്കെ അനുഭവിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു ആളെ കണ്ടുമുട്ടി കല്യാണം കഴിക്കുന്നത്. ഇതൊരു വലിയ കഥയാണ്. ഇപ്പോൾ ഒരു മണിക്കൂർ പറയാനുള്ള കഥയുണ്ട്, പക്ഷേ ഞാൻ ഷോർട്ടായിട്ട് പറയുകയാണ്. അത് കഴിഞ്ഞ് ഇയാൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ഈ സ്ത്രീയെ പുതിയ ഭാര്യനെ കെട്ടി കഴിഞ്ഞപ്പോൾ ബിസിനസ് ഡെവലപ്പായി നന്നായിട്ടൊക്കെ വന്നു. പക്ഷേ അതിനിടയിൽ ഈ പറഞ്ഞ നമ്മുടെ ക്ലയൻറ്റിൻ്റെ ഈ ഒരു ആളുണ്ടല്ലോ, എന്ന് വെച്ചാൽ സോൾമേറ്റ് എന്ന് പറയുന്ന ആൾ, അയാൾ ഇതിനിടയിൽ കയറി പണിയെടുത്ത്. അയാൾ എന്ത് ചെയ്തു? അയാൾ ഇതുപോലെ തന്നെ ഈ സ്ത്രീയെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വശ്യപ്രയോഗം ഇവിടെ പ്രയോഗിക്കുന്നു. മോൾക്ക് നെഗറ്റീവ് കൊടുക്കുന്നു, ഭർത്താവിനെ കത്താൻ വേണ്ടി അവിടെയും കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു പുരുഷൻ്റെ ആ ക്ലയൻറ്റിൻ്റെ കാര്യം ചോദിച്ചു നോക്കിയപ്പോൾ അയാളുടെ ആദ്യത്തെ ഭാര്യയുടെ അടുത്ത് നിന്നും അവൾക്ക് കിട്ടി ഈ പണി, ഇവിടെ നിന്നും കിട്ടിയാണ്. അപ്പോൾ 2 രീതിയിലുള്ള പരിപാടികൾ. പിന്നെ അയാളുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയേക്കണം വേറെ ശത്രുബാധ, വേറെ അയാളെ തകർക്കാൻ വേണ്ടി അയാളുടെ കുടുംബത്തിൽ നിന്ന് 3 സൈസിലുള്ള ബാധകൾ. അപ്പോൾ അതിനകത്ത് അതെടുക്കാനായിട്ട് അത് എടുത്ത് മാറ്റാൻ മാത്രം റിലീസിങ് പ്രോഗ്രാം സാധാരണ 20 മിനിറ്റേ എടുക്കുള്ളൂ. നമ്മൾ 20 മാക്സിമം പോയാൽ 30 മിനിറ്റ്. 1 മണിക്കൂറാണ് അയാളുടെ ആ സാധനങ്ങൾ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ചിലവിട്ടത്. എനിക്കത് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ തലവേദന, ഇപ്പോഴും മാറിയിട്ടുള്ള തലവേദന. അപ്പോൾ ഞാൻ വിചാരിച്ച് കൈയോടെ വീഡിയോ പിടിച്ചേക്കാം, ഞാൻ അല്ലെങ്കിൽ മറന്നു. കാരണം ഒരു ദിവസം 4 ക്ലയൻറ്റ് വരും. ഈ ക്ലയൻറ്റിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മ ഉണ്ടാവാറില്ല. ഞാൻ എഴുതിയൊക്കെ വെക്കും പേരൊക്കെ, പക്ഷേ എന്തായിരുന്നു ചെയ്യുന്നതെന്നുള്ളത് പിറ്റേ ദിവസം എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. അതങ്ങനെയാണ്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു ദിവസം വേണമെങ്കിൽ 4 വീഡിയോ എനിക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. 4 ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കുള്ളൂ പറയാനുണ്ടാവണം. ലാസ്റ്റ് പക്ഷേ അത് സീരിയലിൻ്റെ കഥ പോലെ ആയിപ്പോയെന്ന് മാത്രം. അതുകൊണ്ടാണ് ഞാനത് സാധനത്തിന് മുതലാത്തത്. ശരിക്കും സീരിയലിൽ കാണുന്ന അതേ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് സീരിയലൊക്കെ പിടിക്കുന്ന ആൾക്കാർ ഇതേപോലത്തെ കഥകൾ വെച്ചിട്ടാണ്, എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സീരിയൽ പിടിക്കുന്നത് എനിക്ക് തോന്നി പോകുന്നുണ്ട്. കാരണം ഞാൻ സീരിയൽ വിരോധിയാണ്, സീരിയൽ കാണാത്ത ആളാണ്. പക്ഷേ ഏതാണ്ട് അതേപോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. സീരിയൽ കാണുന്നതിനും എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. കാണുന്നവരെ ഞാൻ വിലക്കാറുണ്ട്, കാണരുതെന്ന് പറയാറുണ്ട്. കാരണം അതൊരു നെഗറ്റീവായ ഒരു എനർജി ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറ് പതിവ്. ഞാൻ സീരിയൽ പിടിക്കുന്ന ആൾക്കാർക്ക് എതിരൊന്നുമില്ല, പക്ഷേ അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ. എൻ്റെ കാര്യം ഞാൻ പറയാം കേട്ടോ. എനിക്കത് വലിയ താല്പര്യമുള്ള ആളല്ല. അവർ ഒരുപാട് മോശം ലാംഗ്വേജും കാര്യങ്ങളൊക്കെ അതിനകത്ത് വരാറുണ്ട്. അതുകൊണ്ടാണ് അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് വളരെ മോശമാണ്. അപ്പോൾ ഞാനിത് ചെയ്ത് അയാളെ ഹീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് എനർജീസ് അയാളുടെ ശരീരത്തിൽ നിന്ന് റിലീസ് ചെയ്ത് കളഞ്ഞു. പ്യുവറായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തൊരു പാഠം കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ ഭാര്യ ഇതേപോലെ ഇയാളെ തേച്ചിട്ട് പോയി. പക്ഷേ അയാൾക്ക് രണ്ടാമത് കിട്ടിയ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദേവതയാണ് ശരിക്കും പറഞ്ഞാൽ. അത് അയാളുടെ ലോട്ടറിയാണ് അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഈ ബാധകൾ, മറ്റുള്ള ബാധകൾ വന്നുകൊണ്ടാണ് ഇപ്പോൾ കുറച്ച് അവർക്ക് ഡിമ്മിലേക്ക് അവർ പോയത്. പക്ഷേ ഇനി അവർ റോക്കറ്റ് പോകണ പോലെ പോകും. കാരണം ഇതിൻ്റെ കൂടെ ഇരിക്കുന്ന മഹാലക്ഷ്മിയും മഹാവിഷ്ണുവിൻ്റെ ആ ഒരു ചൈതന്യമുണ്ട് അയാളുടെ ഭാര്യയിൽ, നമ്മുടെ ക്ലയൻറ്റിൻ്റെ കൂടെ. അത് വർക്കാവും, ഇനി തെളിഞ്ഞു വരും. പിന്നെ മോൾക്കാണെന്നുണ്ടെങ്കിലും ഇത്രയും ഹൈ പവറുള്ള മോളാണ്. ദേവിയുടെ സാന്നിധ്യമുണ്ട്, കൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട് ആ മോൾക്ക്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫാമിലിനെ കാണുന്നത്. അപ്പോൾ 2 പേർക്ക് ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പരം ഭാഗ്യം വേറെ എന്താണ്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, ഈ പുരുഷൻ്റെ കാര്യം പറഞ്ഞാൽ അതേപോലത്തെ ഒരു ഭാര്യ വിട്ട് പോയി. അപ്പോൾ
അവിടെ ഒരു നമുക്കൊരു നെഗറ്റീവായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. പക്ഷേ ഞാനതിൽ പോസിറ്റീവാണ് കാണുന്നത്. എന്താണെന്നറിയോ, ആ ഒരു സാധനം ഒഴിഞ്ഞു പോയപ്പോൾ ഇവിടെ അതിനേക്കാളും നല്ലൊരു ഒരു സാധനമാണ് കിട്ടിയത്. സാധനം മീൻസ് നല്ലൊരു ബന്ധവും നല്ലൊരു ലൈഫുമാണ് കിട്ടിയേക്കണത്. പക്ഷേ അയാളത് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ, അവരുടെ കൂടെ നല്ല ഒരു പ്ലസൻ്റായിട്ട് അയാൾക്ക് ജീവിക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അയാൾ ഏറ്റവും ഭാഗ്യവാനായിരിക്കുമെന്ന് ഞാൻ പറയുന്നത്. കാരണം അത് എല്ലാവരും ആഗ്രഹിക്കുന്ന, എല്ലാവരും കൊതിക്കുന്നൊരു കാര്യമാണ്. അതേപോലത്തെ ഒരാളുടെ കൂടെ ഇരിക്കാൻ പറ്റാന്ന് പറഞ്ഞാൽ, അത്രയും ഹൈ എനർജി ഉള്ള ഒരാളുടെ കൂടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അത് മനസ്സിലാക്കണം നമ്മളത്, അതാണ് എന്നുള്ളത്. ആ ഒരു ഉൾക്കാഴ്ച നമ്മുടെ ഉള്ളിൽ വന്നം. അതേപോലത്തെ ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലുണ്ടാവും ചിലപ്പോൾ. നിങ്ങളത് മനസ്സിലാക്കണം. ആ ഡിവൈൻ ആയിട്ടുള്ള ആളുകൾ, ദൈവികമായ കണക്ഷനുള്ള ആൾക്കാർ, ദൈവിക ശക്തികളിരിക്കുന്നവർ. കാരണം ഇതെല്ലാം വരുന്നത് പാസ്റ്റ് ലൈഫിൽ നിന്നാണ്. പാസ്റ്റ് ലൈഫിൽ ഉപാസന ചെയ്തേക്കുന്ന ആളുകൾക്കാണ് ഇതുപോലെ കിട്ടുക. ഇപ്പോൾ എനിക്ക് ഈ കഴിവ് കിട്ടിയേക്കണം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നേക്കുന്ന ദേവതകളാണ്. ഒരു ദേവത അല്ല കേട്ടോ ഉള്ളത്, പല ദേവതകളും ഉണ്ട് എൻ്റെ കൂടെ. അതെല്ലാം വന്നിട്ടുള്ളത് പാസ്റ്റ് ലൈഫിൽ നിന്ന്, പല പല ലൈഫുകളിൽ നിന്ന് വന്നേക്കുന്ന ദേവതകൾ. അതിനകത്ത് തമിഴ്നാട്ടിലുള്ള ദേവതരുണ്ട്. അപ്പോൾ ഇതെല്ലാവരും നമ്മൾ സഹായിക്കുന്നുണ്ട്. ഓരോ കാര്യത്തിന് നമ്മൾ ഇരിക്കുമ്പോൾ, ബാധന എടുക്കാനൊക്കെ ഇരിക്കുമ്പോഴേക്കും ഈ ദേവതകൾ നമ്മളത്തേക്ക് വരികയും അവരത് എടുത്തു മാറ്റുകയും ചെയ്യുന്നു. ചിലപ്പോൾ ഒരാൾക്ക് പറ്റാത്തത് വേറൊരാൾക്ക് പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നിപ്പോൾ തുടങ്ങിയ സമയത്ത് മുരുകനെയാണ് വിളിച്ചത്. മുരുകഭഗവാനാണ് ആദ്യം വന്നത്. മുരുകനെ വിളിച്ച് കഴിഞ്ഞപ്പോൾ, കാരണം ആർക്കും പറ്റാത്തത് മുരുകന് പറ്റും. ഇപ്പം ദേവിനെ ഞാൻ ഇതായിട്ട് കാണാനല്ല, സ്റ്റാർട്ടിങ് കിട്ടാൻ ചിലപ്പോൾ നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യണത് മുരുകനാണ്. ആ മുരുകൻ്റെ സിംബോളിക്കായിട്ട് എൻ്റെ കയ്യിലൊരു മയിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ മയിൽ, കണ്ടോ? ഇത് ഞാനൊരു ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ഐശ്വര്യമുണ്ട്. അപ്പോൾ അതിവിടെ ഞാൻ ജസ്റ്റ് സിംബോളിക്കായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ മുരുകൻ്റെ ഒരു അനുഗ്രഹം പണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മുരുകൻ ഭഗവാനെ വിളിച്ച് കഴിയുമ്പോഴേക്കും പുള്ളിക്കാരൻ വന്നിട്ട് സ്റ്റാർട്ടിങ് തുടങ്ങിത്തരും. പിന്നെ എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് നീണ്ടുപോയി, നിങ്ങൾക്ക് ബോറടിച്ചിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം കഥ പറയണമെങ്കിൽ ഇതൊന്നുമല്ല, ഇനി അരമണിക്കൂർ വേണം കഥ പറയണമെങ്കിൽ. പക്ഷേ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമുക്കൊരു വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ വീഴ്ച നമുക്കൊരു നല്ലതിനാണെന്നുള്ള ഒരു ധാരണ, ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടായാൽ അടുത്ത നന്മയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. അതിനേക്കാളും ഹയറിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റും. ഒരു വീഴ്ച ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയറിലോട്ട് പോകാൻ പറ്റും. ഒരു ഇറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവും എന്ന് പറയില്ലേ, എങ്ങനെ വേണമെങ്കിൽ പറയാം. അതാണ് ഈ കഥയിലുള്ളൊരു സാരാംശം. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ നിരാശയോ ഡിപ്രഷനിലോട്ട് പോവാതെ നിങ്ങളത് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവികമായ പാതയിൽ സഞ്ചരിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം എന്നാണ് പറയാനുള്ളത്. എല്ലാവർക്കും നന്മ ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.